ഹലോ, ഈ കാണുന്നതാണ് മൊസാമ്പിയുടെ ചെടി. മൊസാമ്പിയുടെ വേറൊരു പേരാണ് സ്വീറ്റ് ലൈം. മൊസാമ്പി ഫ്രൂട്ട് ഡയറക്റ്റ് കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടം മൊസാമ്പിയുടെ ജ്യൂസ് കുടിക്കുന്നതാണ്. പക്ഷേ മൊസാമ്പി ജ്യൂസ് കുടിക്കുന്നതിനേക്കാളും നല്ലത് മൊസാമ്പി ഫ്രൂട്ടായിട്ട് തന്നെ കഴിക്കുന്നതാണ്. ഇനി നമുക്ക് മൊസാമ്പിയുടെ ഗുണങ്ങൾ അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് അറിയാം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, വൈറ്റമിൻ സി ആണ് മൊസാമ്പിയിൽ കൂടുതലുള്ളത്. അത് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബൂസ്റ്റ് ചെയ്യും. മൊസാമ്പിയിലുള്ള ഫൈബർ കണ്ടൻറ്റ് ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യാനും കോൺസ്റ്റിപ്പേഷൻ കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും. ഒരുപാട് വാട്ടർ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് ബോഡി ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാനും മൊസാമ്പി ഹെൽപ്പ് ചെയ്യും. കലോറി കുറവും ന്യൂട്രിയൻസ് കൂടുതലുള്ളതുകൊണ്ടും വെയിറ്റ് ലോസ് ഡയറ്റിലൊക്കെ ആഡ് ചെയ്യാൻ പറ്റിയൊരു ഫ്രൂട്ടാണ്. പൊട്ടാസ്യത്തിൻ്റെ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്ത് ഹാർട്ടിൻ്റെ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യാനും ഇത് നല്ലതാണ്. തീർന്നിട്ടില്ല, കാൽഷ്യം ഉണ്ട് ഇതിൽ, അതുകൊണ്ട് ബോണിൻ്റെ ഹെൽത്തിനും നല്ലതാണ്. മറ്റൊരു പ്രധാന ഇൻഫോർമേഷൻ, ഇപ്പോൾ എല്ലാവരും ബിസി ലൈഫിലല്ലേ, എല്ലാവർക്കും സ്ട്രെസ്സും ആങ്സൈറ്റി ഒക്കെ ഉണ്ട്. ഈ മൊസാമ്പി സ്ട്രെസ്സിനെയും ആങ്സൈറ്റിനെയും റിലീഫ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഫാമിൽ ഈ ചെടി വെച്ചപ്പോൾ ഇത്രയും ഗുണങ്ങളുണ്ടെന്ന് വിചാരിച്ചിട്ടൊന്നും അല്ല കേട്ടോ. പക്ഷേ ഇതിനെപ്പറ്റി അറിഞ്ഞപ്പോൾ മൊസാമ്പി ഒരു നിസ്സാരക്കാരനല്ലെന്ന് മനസ്സിലായി. നമ്മുടെ പറമ്പിൽ മൊസാമ്പി ചെടിയിൽ ആദ്യമായിട്ട് 4 കായ്കളാണ് പിടിച്ചിരിക്കുന്നത്. ഇനി ഫ്രൂട്ട്സ് മേടിക്കാൻ കടയിൽ പോകുമ്പോഴേ മൊസാമ്പി ഉണ്ടെങ്കിൽ മേടിക്കാതെ വരണ്ട. ഫ്രൂട്ട്സിൻ്റെ കൂട്ടത്തിൽ മൊസാമ്പിയും മേടിച്ചോളൂ. ജ്യൂസ് മാത്രമായിട്ടല്ല, ഫ്രൂട്ടായിട്ടും കഴിക്കാം. ഈ ഗുണങ്ങളൊക്കെ അറിഞ്ഞ് കഴിക്കാം. അപ്പോൾ ശരി, ഇനി അടുത്ത വീഡിയോയിൽ കാണാം.